എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മള് ലളിതാ സഹസ്രനാമത്തിന്റെ നാമ അർത്ഥങ്ങളുടെ വിസ്തരിച്ചതുകൊണ്ടാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതില് 235 നാമം ചതുഷ്ഷഷ്ടി ഉപചാരാഠ്യ. അപ്പോ അത് വന്നപ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങള് ശ്രീവിദ്യ ഉപാസകരെ കുറച്ച് കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുള്ളത് കൊണ്ട് അവിടെ വെച്ച് നമ്മൾ കുറച്ചുകൂടെ വിസ്തരിച്ചത് എന്താണ് ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടി വളരെ എന്താ പറയാ വിസ്തരിച്ച് ആ നാമങ്ങളുടെ അർത്ഥം നമ്മൾ അറിയുകയാണ്. അത് ആദ്യം ഇപ്പൊ നമ്മൾ എന്താണ് ശ്രീചക്രം, എന്താണ് ശരീരവും ശ്രീചക്രവും തമ്മിലുള്ള ബന്ധം. അപ്പോ ഉപചരിക്കുന്ന ദേവി പുറത്താണോ അകത്താണോ എന്നുള്ളൊരു സംശയം ഉപാസകനുണ്ടാവാം അല്ലെ. ചതുഷ്ഷഷ്ടി ഉപചാരങ്ങള് ഒരു ദേവി ഉപാസകൻ, സാധാരണ ദേവി ഉപാസകൻ എന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് പഞ്ചദശി മന്ത്രത്തിന്റെ കൂടങ്ങളും അതിന്റെ വിശദീകരണങ്ങളും വരുന്നത് കൊണ്ട് ശ്രീവിദ്യ മന്ത്രദീക്ഷയുള്ളവർക്ക് മാത്രമേ ഇത് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റും. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും മന്ത്രദീക്ഷ ഉള്ളവർക്കാണ് ഈ മന്ത്രത്തിന്റെ കൂടങ്ങളും മന്ത്രത്തിന്റെ താത്വിക അർത്ഥങ്ങളും ഒക്കെ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതും. എല്ലാവർക്കും ഇതൊരു മാർഗദീപം തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളെ കൊണ്ട് ദേവിയെ ഉപാസിക്കുന്നത് ഒരു ശ്രീവിദ്യ ഉപാസകൻ തന്നെയാണ്. അപ്പോ ദേവി ഉപാസന സമ്പ്രദായം പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ഭാവനയിലൂടെ, ഭാവന എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണ് അർത്ഥം. അല്ലാതെ ഭാവന എന്ന് പറഞ്ഞാൽ നമ്മള് ഭ്രാന്തമായിട്ടുള്ള വിഭാവനം എന്നല്ല ഇവിടെ അർത്ഥം. നമ്മുടെ ഇതുവരെയുള്ള എങ്ങനെയാണോ പ്രപഞ്ചത്തിന്റെയും പ്രപഞ്ച വസ്തുക്കളിലോട്ടുമുള്ള ആറ്റിറ്റ്യൂഡ്, അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അതിനാണ് ഭാവന എന്ന് ഇവിടെ പറയുന്നത്, കറക്റ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ തന്റെ ആന്തരികമായിരിക്കുന്ന സാധനയിലൂടെ ജീവിത ലക്ഷ്യം സാർത്ഥകമാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാല് ദേവി ഉപാസനയുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം. അപ്പൊ ഈ ദൃശ്യ പ്രപഞ്ചം ഈശ്വരനാൽ വിരചിക്കപ്പെട്ടതാണ്. നമുക്കറിയാം ഈ സർഗചേതന എന്തിനാണ് എന്ന് അറിയാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആളിനെയാണ് നമ്മൾ ഋഷി അല്ലെങ്കിൽ മുനി, മഹർഷി എന്നൊക്കെ പറയുന്നതെന്ന് നമ്മൾ അറിഞ്ഞു. ഇവര് കണ്ടെത്തിയ ഒരു മഹാസത്യത്തെ അനുഭവത്തിലൂടെ അവര് തിരിച്ചറിഞ്ഞു. ആ അഗ്നിസ്ഫുലംഗങ്ങള് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ആഗ്രഹത്തോടെ സൃഷ്ടിച്ചതാണ് ഈ പുരാണ ഇതിഹാസങ്ങളെല്ലാം. എല്ലാ ദേവീ ദേവന്മാരുടെയും ആരാധനാമൂർത്തി പരാശക്തിയാണെന്ന് നമുക്കറിയാം അല്ലെ. എല്ലാം എവിടെ നോക്കിയാലും ദേവി ഇല്ലാതെ ഒരു ഉപാസന, വൈദികമായാലും താന്ത്രികമായാലും ആഗമ നിഗമങ്ങളായാലും എവിടെയും പരാശക്തി ആരാധന എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഉപാസനാ മാർഗമാണ്. അപ്പോ നമുക്ക് ദേവിയുടെ 235 നാമം, നമ്മൾ ശ്രീചക്രവും ശരീരവും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ശരീരത്തിനകത്തിരിക്കുന്ന മൂർത്തിയെ ആരാധിക്കാൻ പോവുകയാണ്. ഇപ്പൊ ചതുഷ്ഷഷ്ടി ഉപചാരാഠ്യ, 64 ഉപചാരങ്ങള് തന്റെ ധനമായിട്ടുള്ളവൾ, അവകളാൽ ഉപചരിക്കപ്പെടേണ്ടവൾ, അല്ലെങ്കിൽ 64 ഉപചാരങ്ങൾ കൊണ്ട് ഉപചരിക്കുന്ന ആഠ്യ വനിത, ഇങ്ങനെയെല്ലാം നമുക്ക് പറയാം. കാരണം സാധാരണ പൂജയില് പഞ്ച ഉപചാര പൂജ അല്ലെങ്കിൽ ഷോഡശ ഉപചാര പൂജ എന്ന 2 മുറകളാണ് സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. ആദ്യത്തേതില് നമ്മൾ ചന്ദനം, പുഷ്പം, ധൂപം, നൈവേദ്യം എന്ന് പറയുന്ന പഞ്ച ഉപചാരങ്ങള്. രണ്ടാമത്തെ ഉപചാരത്തില്, ഷോഡശ ഉപചാരത്തില് ധ്യാനം, ആവാഹനം, ആസനം, പാദ്യം, അർഘ്യം, ആചമനീയം, സ്നാനം, വസ്ത്രം, ചന്ദന കുങ്കുമം, അക്ഷതം, ആഭരണം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, നീരാഞ്ജനം, പ്രദക്ഷിണം, നമസ്കാരം. അപ്പൊ ഇങ്ങനെ നമ്മള് ഇവയെ 64 ഉപചാരങ്ങളായിട്ട് വിസ്തരിക്കുന്നുണ്ട്. ഇതിനെ 16 ഉപചാരമായിട്ട് പറയുന്നുമുണ്ട്. ഇനി സാധിക്കുന്ന പക്ഷം 64 ഉപചാരം അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ശ്രീവിദ്യ ഉപാസകര് പരാശക്തിയായിരിക്കുന്ന ദേവിയെ ശ്രീചക്രത്തിൽ ഉപാസിക്കാറുണ്ട്. അല്ലാത്തവര് ഇനിയിപ്പോ അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പുഷ്പം, അക്ഷതം കൊണ്ട് ഉപചാരം ചെയ്താൽ മതി. ഇനിയിപ്പോ ധനം ഇല്ലാത്തവര്, നമുക്ക് അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പത്രം, പുഷ്പം, ഫലം, തോയം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഏത് കൊണ്ട് ചെയ്താലും ദേവി തൃപ്തിയാകും. നമ്മളെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഇപ്പൊ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മളെ ദേവിയെ ഉപചാരങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നു. നമുക്ക് സാധാരണ ഒരു വ്യക്തി ഉപാസനയിൽ പ്രവേശിക്കാത്ത ആളോ ഉപാസനയിൽ പ്രവേശിച്ച് കുറച്ചു കാലമായ ആളോ വിചാരിക്കുന്നത് ഉപചാരങ്ങളെല്ലാം തന്നെ ദേവിയെ സന്തോഷിപ്പിക്കുന്നതാണ് അല്ലെ. ദേവിക്ക് നമ്മൾ പല
കാമ്യമായിരിക്കുന്ന ആഗ്രഹങ്ങൾ കാണും അല്ലെ. അപ്പൊ ഏത് കാമ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു ഫലമുണ്ടാകും, അതിന്റെ പ്രായശ്ചിത്ത കർമ്മങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പൊ സാധാരണ ഗതിയിൽ നമ്മളിപ്പോ ക്ഷേത്രത്തിൽ ചെന്ന് ഈശ്വരൻ അല്ലെങ്കിൽ മൂർത്തിയെ തൊഴുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയാ, ഒരു ചീട്ടാക്കുക, നമ്മുടെ നക്ഷത്രമൊക്കെ കൊടുത്തിട്ട് ഒരു ചീട്ടാക്കി അനേക ആളുകൾ ചെല്ലുന്നവരിടത്ത് നമ്മളും ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് അതിൽ നിന്നൊരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സാധാരണ ഉപചാരങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ഗന്ധപുഷ്പ ധൂപദീപ നൈവേദ്യം എല്ലാം ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന താന്ത്രിക ആചാരങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ചതുഷ്ഷഷ്ടി ഉപചാരത്തിന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന, ഗോപ്യമായിരിക്കുന്ന, വളരെയധികം പ്രാധാന്യമുള്ള എന്താ പറയാ അർത്ഥതലങ്ങളുണ്ട്. വളരെ നിഗൂഢമായിരിക്കുന്ന, എല്ലാവരും അതിനെ ഇങ്ങനെ ഉപാസകരുടെ മുമ്പിൽ തുറന്ന് പറയാറില്ല. ഉപചാരങ്ങൾ എന്ന് പറയുന്ന ബാഹ്യമായിരിക്കുന്ന ക്ഷേത്ര ഉപചാരങ്ങളെ മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഒരു സാധകനെ സംബന്ധിച്ച് ഒരു ഗുരുവിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു അർത്ഥതലങ്ങളാണ് ഈ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ. കാരണം ഇതിലെ ഓരോ ഉപചാരവും സാധകനെ ഈശ്വരനിലോട്ട് അടുപ്പിക്കുന്ന ഉപചാരങ്ങളാണ്. അപ്പൊ ഇതിനെ ബാഹ്യമായിട്ട് കാണുന്ന യാതൊരു വിധത്തിലുള്ള അർത്ഥവുമല്ല ആന്തരികമായിട്ട് വരുന്നത്. ഇതിനകത്ത് മന്ത്രബദ്ധിതമാണ് ഈ ഉപചാരങ്ങളെല്ലാം തന്നെ. നമുക്കത് ഓരോ ഉപചാരമായിട്ട് എടുത്ത് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് വെറുതെ പറഞ്ഞു പോവേണ്ട ഒരു ബുക്കല്ല, ഒരു ടെക്സ്റ്റ് അല്ല ലളിതാ സഹസ്രനാമം എന്നുള്ളത് കൊണ്ടും അത് നമുക്ക് ആന്തരികമായിരിക്കുന്ന ശക്തിയെ കൂടുതൽ ഉറപ്പിക്കാനും ആ ശക്തിയിലേക്കുള്ള യാത്രയിൽ നമ്മളെ ഓരോ ചുവടുവയ്പും നമ്മളെ കൂടുതൽ സഹായിക്കാനും ഈ ഉപചാരങ്ങളുടെ ആന്തരിക അർത്ഥങ്ങൾ അറിയുന്നതുകൊണ്ട് തീർച്ചയായിട്ടും തൻ്റെ ആത്മജ്ഞാനത്തിന് കൊതിക്കുന്ന ഒരു സാധകനെ ഒരുപാട് സഹായിക്കും. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വളരെ വിശദമായിട്ട് നമ്മൾ ഇതിനെ 2-2.5 മണിക്കൂർ എടുത്ത് ഒരു ദിവസം പറഞ്ഞിട്ടുള്ളതാണ്. അന്നുള്ള ആളുകൾ ഇന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല, എങ്കിലും മറന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഉപചാരങ്ങളെല്ലാം തന്നെ എന്താ ബാഹ്യമായിട്ടിരിക്കുന്നത് നമുക്കിങ്ങനെ തോന്നുമെങ്കിലും അകത്തോട്ട് പോകുമ്പോൾ അത് മന്ത്രങ്ങളാണ്, മന്ത്രബദ്ധിതങ്ങളാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും അതെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കുകയാണ്. ചതുഷ്ഷഷ്ടി ഉപചാരാഠ്യ എന്ന് പറയുന്നത് ദേവി പരാശക്തിയായിരിക്കുന്ന ത്രിപുര സുന്ദരിക്ക് മാത്രം ഉപയോഗിക്കേണ്ട നാമമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. സാധാരണ ദേവി പൂജയ്ക്ക് ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ എടുക്കാറില്ല. ഇത് ശ്രീചക്രത്തിൽ ആരൂഢയായിരിക്കണ, ശ്രീചക്രത്തിൽ ബിന്ദു മധ്യത്തിലിരിക്കുന്ന ദേവിയാണ് നമ്മൾ 64 ഉപചാരങ്ങൾ കൊടുത്ത് താഴേക്ക് ക്ഷണിച്ച് ഉപചാരങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ദേവിയെ ആ ഒരു ബിന്ദു പീഠം എന്ന് പറയുന്ന ശ്രീവിദ്യാപീഠത്തില് കാമേശ്വര അംഗസ്ഥയായിട്ട് വീണ്ടും നമ്മൾ എന്താ പറയാ ആരൂഢയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദേവിയെ ശ്രീചക്രത്തിലെ ബിന്ദുവിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്നത് മുതൽ എല്ലാ ഉപചാരങ്ങളും കൊടുത്ത് തിരിച്ച് കയറ്റുന്നത് വരെ ഒരു ഉപാസകനെ സംബന്ധിച്ച് ശരിക്കും പ്രാർത്ഥനാനിരതമായ, വളരെ ശുദ്ധ വൃത്തിയോടുകൂടി മനസ്സ് ശുദ്ധമായിട്ട് സങ്കല്പരഹിതമായിട്ട് ചെയ്യേണ്ട ഉപചാരങ്ങളാണ് എല്ലാം തന്നെ. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് എന്തായാലും ചതുഷ്ഷഷ്ടി ആചാരങ്ങൾ കൊണ്ട് ഉപചരിക്കേണ്ട ദേവി ചതുഷ്ഷഷ്ടി ഉപചാരാഠ്യ എന്ന് പറയണു, ഇല്ലെങ്കിൽ ചതുഷ്ഷഷ്ടി ഉപചാരാധ്യ എന്ന് പറയണു. ചതുഷ്ഷഷ്ടി എന്നാല് 64 ഉപചാരങ്ങൾ എന്ന് പറയാം. 64 ഉപചാരങ്ങൾ കൊണ്ട് ഉപചരിക്കപ്പെടേണ്ടവൾ. കാരണം ലളിതാ സഹസ്രനാമത്തിൽ തുടക്കത്തിൽ നമ്മൾ കണ്ടു ശ്രീ മാതയാണ്, ശ്രീ മഹാരാജ്ഞിയാണ്, ശ്രീമത് സിംഹാസനേശ്വരിയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ എല്ലാ അണ്ടകടാഹങ്ങളെയും സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ച് തന്നിലേക്ക് സംഹരിക്കുന്ന മഹാശക്തിയാണ് ദേവി. അപ്പൊ ദേവിക്ക് സാധാരണ പൂജകളല്ല വേണ്ടത്. ദേവി 64 ഉപചാരങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവൾ, പൂജിക്കപ്പെടേണ്ടവളാണ് എന്ന് പറയുന്നു. അപ്പോ 64 ഉപചാരങ്ങളെ കൊണ്ട് പൂജിക്കപ്പെടേണ്ട ആഠ്യായിരിക്കുന്ന ശക്തിയാണ് ദേവി. ഇപ്പൊ ഷഷ്ടി എന്ന് പറഞ്ഞാല് അതില് ട എന്നുള്ള അക്ഷരം ചേരുമ്പോഴാണ് 60 അതിനെ ഷഷ്ടി എന്ന് പറയും. അല്ല, ഷഷ്ടി എന്നാൽ 6, അതായത് 60 + 6 ഉപചാരങ്ങൾ. അങ്ങനെയാണ് ചതുഷ്ഷഷ്ടി ഉപചാരം എന്ന് പറയുന്നത്. പഞ്ച ഉപചാരം, ദശോപചാരം, ഷോഡശോപചാരങ്ങൾ എല്ലാം നമുക്ക് പരിചിതമാണ്. പല ദേവന്മാർക്കും ദേവതകൾക്കും നമ്മൾ പലതരത്തിലുള്ള ഉപചാരങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ 64 തരത്തിലുള്ള ആചാരങ്ങളാൽ ആരാധിക്കപ്പെടേണ്ടവളാണ് ശക്തി. അപ്പൊ 64 മേലെയും താഴെയും ഒക്കെ എന്താണ് ആവാം. കാരണം ദേവി സ്വതന്ത്രയാണ്. ശ്രീവിദ്യ എന്ന് പറയുന്നത് സ്വതന്ത്ര തന്ത്രമാണ്. എന്നാൽ പ്രസിദ്ധമായിരിക്കുന്നത് 64 ഉപചാരങ്ങളാണെന്ന് സൂചിക്കപ്പെടുന്നുണ്ട്. അത് അങ്ങനെ
എന്താ പറയാ, ഒരു പ്രത്യേക തരത്തിലാണ് ഈ 64 ഉപചാരങ്ങളെ പറയുന്നത്. അപ്പൊ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. 4 അതായത് ക്ഷേത്രങ്ങളിലെ മൂർത്തികളെ 64 ഉപചാരങ്ങൾ കൊടുത്ത് ആരാധിക്കാറുണ്ട്. അപ്പൊ അതെന്താണ് ശരിക്കും? എല്ലാ മൂർത്തികളും ചില വിഷ്ണു ക്ഷേത്രങ്ങളില് അവിടെ എവിടെ നോക്കിയാലും നമുക്ക് എന്താ പറയാ, ഇപ്പൊ ശൈവമായാലും ശാക്തേയമായാലും വൈഷ്ണവമായാലും ദേവീ ഉപചാരങ്ങള്, ദേവിക്ക് ചെയ്യുന്ന ഉപചാരങ്ങൾ, ഇതിന്റെ പുറകിലെ ശക്തി എന്ന് പറയുന്നത്, ഇപ്പൊ വിഷ്ണുവിനെ ആണെങ്കിൽ ലക്ഷ്മി, ശിവനെ ആണെങ്കിൽ പരാശക്തി, അല്ലെ, പരമശിവനെ പരാശക്തി. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എവിടെയും ശക്തിയെ തന്നെയാണ് അവിടെ പൂജ ചെയ്യുന്നത്. അപ്പൊ 64 ഉപചാരങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ അവിടെ സാധാരണ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഉപചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്ന ക്ഷേത്രത്തിലെ ഉപചാരമാണ് ഞാനിപ്പോ പറയുന്നത്, ഉണർത്തു പൂജ. നമ്മള് മൂർത്തിയെ, സാധാരണ ഒരു വ്യക്തി എങ്ങനെയാണോ കിടന്നുറങ്ങുന്നത് അവിടെ നിന്ന് ഉണർത്തുന്നത്, അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിലും ചെയ്യുന്നത്. ഉണർത്തു പൂജ, ദിവസ പൂജ, സന്ധ്യാപൂജ, അത്താഴ പൂജ, നിദ്രാപൂജ തുടങ്ങി അതിന്റെ ക്രമം ഒരു മനുഷ്യ ശരീരവും അതിന്റെ ഉപചാരങ്ങളും ആ രീതിയിൽ തന്നെയാണ്, അർഹിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉപചാരങ്ങൾ തുടങ്ങണം. സാധാരണ ഒരു മനുഷ്യ ശരീരം നിദ്രയിലേക്ക് ഉണരുക എങ്ങനെയാണോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഉപാസകൻ ചെയ്യുന്നത്, അതുപോലെ നമുക്ക് നോക്കാം. ഇപ്പൊ മൂർത്തിയായിരിക്കുന്ന ഒരു മനുഷ്യ ശരീരം അങ്ങനെ കണ്ട് നമ്മൾ അർപ്പിക്കുന്നതാണ് ഈ ഉപചാരങ്ങളെല്ലാം. അങ്ങനെ വേണം നമ്മൾ എപ്പോഴും ഉപചാരങ്ങൾ അർപ്പിക്കാൻ തന്നെ. ഒരു സാധകൻ ചെയ്യുമ്പോൾ അത് തന്റെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ശക്തിക്ക് കൊടുക്കുന്നതായിട്ട് തന്നെ ഭാവിക്കണം. കാരണം അങ്ങനെയാണ് ശരീരമായിരിക്കുന്ന ക്ഷേത്രത്തില് കുടികൊള്ളുന്ന ശക്തിയെ പരിരക്ഷിക്കേണ്ടത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. അപ്പൊ ശരീരമാണ് ക്ഷേത്രമെന്ന് ഭഗവാൻ പറയുന്ന എന്തിനാ? അവിടെ മാത്രമേ നമുക്ക് യോഗം ചെയ്യാൻ സാധ്യമാവൂ. അപ്പൊ അതുകൊണ്ട് ശരീരത്തെ തന്നെ നമ്മൾ ക്ഷേത്രമായിട്ട് കണ്ടിട്ട് ആ ബേസിക് നോളജ് വെച്ചിട്ട് വേണം നമ്മൾ പൂജകൾ എന്തും ചെയ്യാനായിട്ട്. അതിനെ ഒന്ന് നമ്മൾ പരിചയപ്പെടണം. കാരണം നമ്മൾ എങ്ങനെയാണ് വ്യക്തികൾ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ക്ഷേത്ര പൂജകളെ നോക്കിയിട്ട് ചതുഷ്ഷഷ്ടി ഉപചാരത്തിലോട്ട് വരാം, അതിന്റെ ആന്തരിക അർത്ഥത്തിലോട്ട്. ആദ്യം മൂർത്തിയെ ഉണർത്തുക എന്നുള്ള പരിപാടിയാണ് ക്ഷേത്രത്തിൽ ചെയ്യുന്നത്. നിർമാല്യം, മംഗള ആരതി, സ്തുതി, നമസ്കാരം എന്ന 5 ഉപചാരങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. ശേഷം അവിടെ ചെയ്യുന്ന ഉപചാരങ്ങള് ആവാഹനം, സ്വാഗതം, ആസനം തുടങ്ങിയ കർമ്മങ്ങള്. അപ്പൊ ഇതിനെ ആദ്യം അർഘ്യം, ആചമനീയം, മൂർത്തി സംസ്കാരം, സുഗന്ധതൈലം, പുഷ്പസ്നാനം, ക്ഷീരസ്നാനം, ദഹിസ്നാനം, ഹൃദ അഭിഷേകം, മധുസ്നാനം, ശർക്കര സ്നാനം, ജലസ്നാനം, ശുദ്ധി സ്നാനം, പിന്നെ വാഗ തേച്ച് കുളി എല്ലാം ഇതിനകത്ത് വരും. ഇതിനകത്ത് എല്ലാം വേണമെന്നില്ല. ഓരോ അഭിഷേകങ്ങൾ ചിലപ്പോൾ 3 അഭിഷേകമാവാം, ചിലപ്പോൾ 5 ആകാം, 7 ആകാം. ഇതെല്ലാം ഓരോ ക്ഷേത്രത്തിലെ മഹാക്ഷേത്രങ്ങളും ചെറിയ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അവിടെ എന്താണോ തന്ത്രി നിശ്ചയിച്ചിരിക്കുന്നത് ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ വാഗ തേച്ച് കുളി വരെ ഉള്ളത് ആദ്യത്തെ ഇതിനകത്ത് വരും. പിന്നെ എന്താണ്? തുവർത്തൽ, മൃദു വസ്ത്രധാരണം, ഗായത്രി ഉപവീതം, ആചമനം, കേശ അലങ്കാരം, കങ്കണധാരണം, മാലാധാരണം, പട്ട് ചാർത്തൽ, പുഷ്പാർച്ചന, തുളസീദള അർച്ചന, ധൂപം, ദീപം, ദൃഷ്ടിദോഷ നിവാരണം, നൈവേദ്യം, മുഖവസം, താമ്പൂലം, ശയ്യ സമർപ്പണം, സുഗന്ധലേപനം, കിരീടധാരണം, പുഷ്പമാലാധാരണം തുടങ്ങി 36 ഉപചാരങ്ങൾ പിന്നെ ചെയ്യുന്നുണ്ട്. ഇത് പ്രഭാതം വരെയാണ് ചെയ്യുന്നത്. അതിനുള്ളില് രാവിലെ തുടങ്ങിയാൽ എന്താ പറയാ, പിറ്റേ ദിവസം രാവിലെ വരെയുള്ള പല പല ഉപചാരങ്ങളാണ് ഈ പറയുന്ന എല്ലാം തന്നെ. അതായത് ഈ സമയത്തിനുള്ളിൽ ഇതെല്ലാം നടന്നിരിക്കണം. പിന്നെയാണ് കണ്ണാടി ദർശനം. കണ്ണാടി ദർശന സമയത്താണ് ഭക്തർക്ക് കുറച്ചധികം നേരം ഭഗവാനെ തൊഴാൻ സമയം കിട്ടുന്നത്. ദർശന സമയം അപ്പോഴാണ് കൂടുതൽ കിട്ടുന്നത്. കാരണം മൂർത്തിയുടെ കണ്ണാടി എന്ന് പറയുന്ന ആരാണ്? മനുഷ്യര് തന്നെയാണ്, അല്ലെ? അപ്പം അവിടെ നിന്ന് അതുകൊണ്ടാണ് നമ്മളെ ബിംബ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. ബിംബത്തിൽ ആവാഹിച്ചിരിക്കുന്ന ചൈതന്യം, അത് എന്താണ് പ്രതിബിംബമായിട്ട് നമ്മൾ കാണേണ്ടത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ. അതിന്റെ ആ മൂർത്തിക്ക് നേരെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെയാണ് നമ്മൾ തൊഴുന്നതെന്ന് അർത്ഥം. നമ്മുടെ ഓപ്പോസിറ്റ് ഗർഭഗൃഹത്തിലിരിക്കുന്ന ബിംബത്തിൽ ആരെയാ ആവാഹിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം. അതേ ചൈതന്യമാണ് അവിടെ ഇരിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ്. അതിനെയാണ് കണ്ണാടി ദർശനം എന്ന് പറയുന്നത്. അപ്പോ
മൂർത്തിയുടെ കണ്ണാടി മനുഷ്യരാണ്. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കുറെ കാലം ഈ തത്വം അറിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളു. അല്ലാതെ പുറത്ത് ബിംബത്തിലിരിക്കുന്നതല്ല. പുറത്ത് ബിംബത്തിലിരിക്കുന്ന ചൈതന്യം കെട്ടപ്പെട്ടതാണ്. അത് ലോക ഉപകാരാർത്ഥമാണ് അവിടെ വച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ ഉള്ളിലോ നമ്മുടെ ക്ഷേത്രം, നമ്മുടെ ഗർഭഗൃഹം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം. അപ്പൊ ഏതിനാ കൂടുതൽ എന്താ പറയാ ശക്തി? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. അവനവൻ്റെതാണോ വേറൊരിടത്ത് മൂർത്തി ഭാവത്തിൽ, ഇല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തില്, ഒരു കലശത്തില്, ഒരു വിഗ്രഹത്തിലൊക്കെ ആവാഹിച്ച തന്ത്രി എന്ന് പറയുന്ന ആള് ആവാഹിച്ചു വെച്ചിരിക്കുന്ന ചൈതന്യത്തിനാണോ? ഇത് ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത്. ആ മൂർത്തിയുടെ മുമ്പില് 5 മിനിറ്റ് ദീപാരാധനയ്ക്ക് മുമ്പേ കടച്ചു കഴിയുമ്പോൾ അവിടെ നടക്കുന്ന പഞ്ചോപചാരം നമ്മുടെ ഉള്ളിലെ ആ ഒരു ആധാര ചക്രങ്ങളെയൊക്കെ ഉണർത്തിക്കൊണ്ട് അവസാനം ദീപാരാധന സമയത്താണ് അവിടെ തുറക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്കെന്താ സംഭവിക്കുന്നത്? നമ്മുടെ മൂലാധാരത്തിലിരിക്കുന്ന ശക്തി ആ ഷഡാധാരങ്ങളെ കടന്ന് ആജ്ഞാചക്രത്തിലെത്തി നമ്മുടെ മനസ്സ് അവിടെ വിലയിക്കുക ചെയ്യുന്നത്. അവിടെ ദീപാരാധന നടക്കുക, അകത്തും പുറത്തും. അകത്ത് നടക്കുന്ന ദീപാരാധന, അഗ്നി കൊണ്ടുള്ള ആ ദീപാരാധനയിൽ എന്താ നമുക്ക് തിരിച്ചറിയുന്നത്? നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് അവിടെ ലയിച്ചു. അതുകൊണ്ടാണ് മനോലയ കർപ്പൂര നീരാഞ്ജനം സമർപ്പയാമി. അവിടെ മനസ്സില്ല. അപ്പൊ എന്തായി? ഈശ്വരൻ അകത്തും പുറത്തും, അവിടെ ഒരു കല്ല് കെട്ടിയ ഗർഭഗൃഹത്തിലും ഇവിടെ മനുഷ്യനിർമ്മിതമായിട്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ശരീരത്തിൽ ഇരിക്കുന്നതും രണ്ടും ഒന്നാണ് എന്നുള്ള തത്വത്തെ നമ്മൾ ഗ്രഹിച്ചു. അതാണ് ആ സമയത്ത് ദീപാരാധന നമുക്ക് തുറക്കുന്നതും അതിൽ നിന്ന് നിങ്ങളുടെ ആഗ്രഹ സാഫല്യമായിരിക്കുന്ന ആ ഒരു തീർത്ഥജലം പുറത്തേക്ക് തളിക്കുന്നതും. നമ്മള് തന്ത്രിയുടെ അല്ലെങ്കിൽ പൂജാരിയുടെ കയ്യിൽ നിന്ന് ആ ജലം തളിക്കാൻ അവിടെ തള്ളിക്കയറി നിൽക്കാറുണ്ട്, അല്ലെ? എന്താ കാരണം? ആ ജലം നമുക്ക് പുറത്തു വീഴുന്നത്. ജലം സർവദേവത മന്ത്രപൂരിതമാണ്. ജലം എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹ സാഫല്യമാണ്. അത് നമ്മുടെ പുറത്ത് വീഴുമ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നടക്കട്ടെ എന്നുള്ളതാണ് അവിടെ ആ ഒരു തത്വം, അവിടെ ആ ഒരു പൂജാരി തളിക്കുന്നത്. അതുപോലെ നമ്മളും പൂജ കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ആ ജലം, ദീപാരാധന കഴിഞ്ഞിട്ട് ഒരു തുള്ളി ജലമെടുത്ത് നമ്മൾ കുടിക്കുകയും തർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? അപ്പോ എന്തിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവനവന്റെ ആത്മാവിനെ, ആത്മതത്വത്തെ അറിയാനാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഇതൊരു ശ്രീവിദ്യ ഉപാസകന് മനസ്സിലായില്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ആ ദീപാരാധന കഴിഞ്ഞ്, കണ്ണാടി ദർശനം കഴിഞ്ഞ് പിന്നെ എന്താണ്? വെൺകൊറ്റക്കൊട, ചാമരം കാട്ടിയിട്ടുള്ള ആരാധന, അല്ലെ? പിന്നെ സ്തുതി ഗീതങ്ങൾ കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. വാദ്യം, നൃത്തം, ആരതി കാണിക്കല്, മണ്ഡപഗമനം, തിരിച്ച് സ്വസ്ഥാനത്തേക്ക് കൊണ്ടുവരല്, 8 ഉപചാരങ്ങള് മധ്യാഹ്നം വരെ ചെയ്യാറുണ്ട്. അത് ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായിരിക്കും. ഞാൻ പൊതുവേ ഉള്ള ഉപചാരങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ വീണ്ടും എന്താണ്? പാദ്യം, ആചമനം, ഭോജനങ്ങള്, കർപ്പൂരാരതി, അങ്ങനെ ആ 3 ഉപചാരങ്ങള് അത് മധ്യാഹ്നത്തിൽ ഉണ്ടാകും. പിന്നെ സ്തുതി, എഴുന്നള്ളിപ്പ്, നമസ്കാരം, അഷ്ടാംഗ പ്രണാമം, പുഷ്പാഞ്ജലി, അർച്ചന, നിവേദ്യ ശുദ്ധി എന്നിങ്ങനെ 6 ആചാരങ്ങൾ സായാഹ്നത്തിൽ ഉണ്ടാവും. പിന്നെ അത്താഴ പൂജയാണ്. അതില് പാദപൂജ, പുഷ്പതൽപ നൈവേദ്യം, പാതുക സമർപ്പണം തുടങ്ങിയവ ഉണ്ടാവും. പിന്നെ നിദ്രാപൂജയാണ്. നിദ്രാപൂജയില് തൽപനയനം, പാദ്യം, നിദ്രാസേവനം എന്നീ 6 ഉപചാരങ്ങളുടെ സമാപനം. അതാണ് സമാപനം കുറിക്കുന്ന ആചാരങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ ആചാരങ്ങളെല്ലാം തന്നെ പരശുരാമ കൽപ്പസൂത്രം പോലെയുള്ള തന്ത്രഗ്രന്ഥങ്ങളിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ക്ഷേത്ര ഉപചാരങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാല് മിക്ക ക്ഷേത്രങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പൂജകൾ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇതിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, അത്രേ ഉള്ളൂ. കേരളത്തിന് പുറത്ത് ഈ ആന്ധ്ര, കർണാടകത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ഈ രീതിയിലാണ് പൂജകളെല്ലാം നടക്കുന്നത്. അങ്ങനെ 64 യോഗിനികളുടെ ആചാരങ്ങളാൽ ആരാധ്യയായിരിക്കുന്നവളാണ് പരാശക്തി. ഇപ്പൊ മഹായാഗങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു, അല്ലെ? മഹായാഗ ക്രമാരാധ്യ മഹാഭൈരവ പൂജിത. മഹായാഗങ്ങളിൽ ഇങ്ങനെയുള്ള ഉപചാരങ്ങൾ കൊണ്ട് ക്രമമായിട്ട് ആരാധിക്കപ്പെടുന്ന ദേവി അതാണ് സാക്ഷാൽ ലളിത ത്രിപുര സുന്ദരി. അപ്പൊ അവിടെ ഓരോ യോഗിനിക്കും അർപ്പിക്കുന്ന ഓരോ ഉപചാരങ്ങളുണ്ട്. അങ്ങനെ 64 ഉപചാരങ്ങൾ കൊണ്ട് പ്രൗഢമായിട്ട് ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ഈ 64 യോഗിനികളും 64 തരക്കാരാണ്. പക്ഷെ അവർക്കിടയിൽ ഒരു സഹിഷ്ണുതയുണ്ട്. നമ്മുടെ ദേവി 64 യോഗിനികളുടെ ഉപചാരത്തിലേക്ക് ഒരുപോലെ തൃപ്തപ്പെടുന്നു. അവര് കൊടുക്കുന്ന എല്ലാ ഉപചാരങ്ങളും അമ്മ സ്വീകരിക്കുന്നു. അപ്പൊ അവിടെ ദേവി നോക്കുന്നത് എന്താ?
എന്ത് സമർപ്പിക്കുന്നു എന്നുള്ളതല്ല, ആത്മാർപ്പണം മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു യോഗിനികളായിട്ട് തീർന്നത്. ദേവിയെ ഉപചരിക്കാൻ, ദേവിയെ പൂജിക്കാൻ അവരാ യോഗ്യത എങ്ങനെയാണ് നേടിയത്? അവരുടെ ആത്മസമർപ്പണം കൊണ്ട്, അല്ലെ? അപ്പോ ആത്മസമർപ്പണം എന്നൊന്നും ഇല്ലെങ്കിൽ ദേവി യാതൊന്നും സ്വീകരിക്കുകയില്ല എന്നർത്ഥം. അപ്പൊ മനസ്സിന്റെ തടാകത്തിലെ ആത്മപുഷ്പമാണ് ദേവിക്ക് ഏറ്റവും പ്രിയങ്കരം എന്നർത്ഥം. ആ ഒരൊറ്റ താമരമതി ദേവിക്ക്. അപ്പൊ ആത്മാവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ശരീരത്തെ മറക്കുകയും അരുത്. ഇതാണ് ഈ പറഞ്ഞ ഉപചാരങ്ങളെല്ലാം തന്നെ. കാരണം നമ്മുടെ ശരീരം, നമുക്കറിയാം, ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. ശരീരത്തെ നന്നായിട്ട് വെക്കണം. ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഈശ്വരനെ അറിഞ്ഞ് ആരാധിക്കുകയും വേണം. അപ്പോ ഇത് അറിഞ്ഞ് നമ്മൾ ആചരിക്കുമ്പോഴാണ് ദേവിയുടെ പ്രസാദം ഉണ്ടാകുന്നത്. നമ്മളെ ക്ഷേത്രാചാരങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്കിനി ദേവിയുടെ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ അതിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പോ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോ ഈ ശ്രീവിദ്യ ഉപാസനയില് പരശുരാമ കൽപ്പസൂത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള 64 ഉപചാരങ്ങൾ. അപ്പൊ ഞാൻ 64 ഉപചാരങ്ങളും ആദ്യം വായിച്ചുകൊണ്ടിരിക്കണില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. ഓരോന്നും നമുക്ക് നോക്കാം. ഈ എന്താണ്, ആദ്യം മുതൽ അതിൽ ഓരോ സെക്ഷനായിട്ടാണ്. ആഭരണങ്ങള്, അത് ആദ്യം ദേവിയെ കുളിക്കാനായിട്ട് ക്ഷണിക്കുക, ദേവിയുടെ കുളി, അത് കഴിഞ്ഞിട്ട് വസ്ത്രധാരണം, അത് കഴിഞ്ഞ് ദേവിയുടെ കേശാലങ്കാരം, ദേവിക്കുള്ള ആഭരണങ്ങള്, പിന്നെയാണ് നമുക്ക് ബാക്കി ഉപചാരങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിനെ 3-4 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കാരണം അതിനൊക്കെ ഈ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഞാനത് 64 ഉപചാരങ്ങളുടെയും ലിസ്റ്റ് അങ്ങനെ വായിക്കുന്നില്ല. കാരണം നമുക്ക് ഓരോന്നും വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ മനസ്സിലാകും. കാരണം ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉള്ളതല്ല. ഇത് ഞാൻ പരശുരാമ കൽപ്പസൂത്രത്തെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോ ഇത് എഴുതിയെടുക്കാൻ നിൽക്കാതെ ആദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് 64 ഉപചാരങ്ങൾ ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ചെയ്യാം. കാരണം ഇതിനകത്ത് 64 ഉപചാരങ്ങളുടെയും ചില പ്രൊനൗൺസിയേഷനും അതിന്റെ വാക്കുകളും അങ്ങനെ തന്നെ നമ്മൾ പറയാനേ പാടുള്ളൂ. കാരണം അത് തെറ്റായിട്ട് നമ്മുടെ മലയാള വാക്കുകളാണെങ്കിലും അതിനെ നമുക്ക് എന്താ പറയാ സാമാന്യ അർത്ഥം പറയുമ്പോൾ അതിനെ കൂടുതൽ മലയാളം കട്ടിയല്ലാത്ത മലയാളത്തിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കണം. നോക്കാം നമുക്ക്. ആദ്യം ദേവിയുടേത് പാദ്യം എന്ന് പറയുന്നതാണ്. പരശുരാമ കൽപ്പസൂത്ര പ്രകാരം ലളിതാ മഹാത്രിപുര സുന്ദരി ഉപചാരങ്ങളിലെ 64 ഉപചാരങ്ങളിലെ ആദ്യത്തെ ഉപചാരം പാദ്യം. പാദ്യം എന്ന് പറഞ്ഞാല് കാല് കഴുകാനുള്ള വെള്ളം, അർഘ്യം, ആചമനീയം എന്നിവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. അപ്പോ നമ്മൾ ആദ്യത്തെ ഉപചാരം. അപ്പൊ ശ്രീവിദ്യ ഉപാസന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദേവിയെ ആത്മശക്തിയായിട്ട് അറിയാനുള്ള എന്താ പറയാ ആ ഒരു ആഗ്രഹമുള്ള, അത്രയും ഡീപ്പായിട്ട് പോവാൻ സമയവും സൗകര്യവും താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത്. സാധാരണ ഒരു വ്യക്തിക്കുള്ളതല്ല ശ്രീവിദ്യ ഉപാസന. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ശ്രീവിദ്യ ഉപാസന ഒരു പ്രത്യേക ആരാധനാ സമ്പ്രദായമാണ്. അത് മന്ത്രങ്ങളെയും, മന്ത്രം, യന്ത്രം, തന്ത്രം മൂന്നിനെയും ബേസ് ചെയ്തിട്ടുള്ള ഉപചാരങ്ങളിലൂടെ ദേവിയെ അറിയുന്നതാണ് ശ്രീവിദ്യ ഉപാസന. അപ്പൊ അതില് ദേവിക്ക് ആ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളെല്ലാം തന്നെ ഒരു ശ്രീവിദ്യ ഉപാസകന്റെ മാനസികമായിരിക്കുന്ന എല്ലാ അഴുക്കുകളെയും മാറ്റി അവന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലൂടെ സഞ്ചരിച്ച് അവനെ ദേവിയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമാണെന്ന് കാണണം ഈ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളെല്ലാം തന്നെ. അപ്പൊ ആദ്യത്തെ പാദ്യം എന്ന് പറയുമ്പോൾ പാദം കഴുകൽ. പാദം കഴുകൽ എന്ന് പറഞ്ഞാല് അർഘ്യം, ആചമനീയം കുടിക്കുക. അർഘ്യം, പാദ്യം എന്ന് പറയുന്നത് പാദം കഴുകാൻ ഉപയോഗിക്കുന്ന ജലം. എന്താണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് ആദ്യം നോക്കാം. അപ്പൊ പാദം കഴുകൽ, ഒരാള് പുറത്തൊക്കെ സഞ്ചരിച്ചിട്ട് ഒരു വീട്ടിലെത്തുന്നു എന്ന് വെക്കുക. ഒരു സഞ്ചാരി, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥി, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന ആ വീട്ടിലെ അംഗങ്ങൾ ആരെങ്കിലും തന്നെ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ പണ്ടത്തെ കാലത്ത് ജലം കൊണ്ട് പാദം കഴുകിയതിന് ശേഷം മാത്രമേ വീട്ടിനുള്ളിൽ പ്രവേശിക്കാറുള്ളൂ. എന്താണ് അതിന് കാരണം? ഇല്ലെങ്കിൽ അതിഥി വരുമ്പോൾ നമ്മൾ ഒരു കിണ്ടിയിൽ വെള്ളം വെക്കാറുണ്ട് പൂമുഖത്ത്. എന്തിനാണെന്ന് ചോദിച്ചാൽ കാല് കഴുകുക. കാല് കഴുകുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സാമാന്യ അർത്ഥം പറയുകയാണെങ്കിൽ നമ്മുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, ഇപ്പൊ ചെരുപ്പിടുന്നുണ്ട്,
എന്നാലും കാലിൽ പറ്റിപ്പിടിച്ചേക്കാവുന്ന അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ, പൊടി, അതെല്ലാം കഴുകി കളയുക എന്നാണ് അതിന്റെ അർത്ഥം, ഇല്ലേ? ശുചിയായിട്ടുള്ള കാലോടുകൂടി വീട്ടിനകത്തേക്ക് പ്രവേശിക്കുക. എന്താണ് ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത്? നമ്മള് ഇത്രയും കാലം പല സ്ഥലങ്ങളിലും, പല ക്ഷേത്രങ്ങളിലും, പല തീർത്ഥസ്ഥാനങ്ങളിലുമൊക്കെ എല്ലായിടവും ഈശ്വരനായിട്ട് കണ്ട് ഈശ്വരനെ തേടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇല്ലേ? ശരിക്കും പറഞ്ഞാല് ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ ആരാണ്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ദുഃഖങ്ങൾ വന്നു എന്നൊക്കെ പല ചോദ്യങ്ങളും ഉപാസകന്റെ ഉള്ളില് ഒരു ജന്മത്തില് പല സമയത്തായിട്ട് വരാം, ഇല്ലെങ്കിൽ പൂർവ്വജന്മാർജിത പുണ്യം കൊണ്ടാകാം, അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നും, ഇല്ല? അപ്പൊ നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച ഒരു യാത്ര, ഒരു ഗുരുവിനെ ലഭിക്കുന്നിടം വരെ ഒരു ശ്രീവിദ്യ ഉപാസകൻ യാത്ര ചെയ്യാറുണ്ട്. എന്തിനാ യാത്ര? മനസ്സുകൊണ്ടാകാം, ശരീരം കൊണ്ടാകാം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തനിക്ക് വഴി കാണിച്ചു തരണം, ഈശ്വരനെ കാണിച്ചു തരണം, എനിക്ക് ഈശ്വരനെ അറിയണം, അനുഭവിക്കണം. ഈശ്വരനെ അനുഭവിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ആ ശ്രീവിദ്യ ഉപാസകൻ പാദ്യം കൊടുക്കലെന്ന് പറഞ്ഞാല്, ശരിക്കും പറഞ്ഞാല് ഇത് പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ ആ ഒരു എന്താ പറയാ, ശിവതത്വത്തെ അറിയുന്നതിനുള്ള ഒരു യാത്രയാണ്. പഞ്ചദശി എന്ന് പറയുന്ന ശ്രീവിദ്യാ മന്ത്രത്തിന്റെ 15 അക്ഷരങ്ങൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് 16ാമത്തെ അക്ഷരമായിരിക്കുന്ന മഹാഷോഡശിയാണ് നമ്മള് ശിവസ്വരൂപം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയ അതീതമായിരിക്കുന്ന ശക്തി, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തിരിക്കുന്ന ശക്തി, അതിനെയാണ് നമ്മൾ പരശിവൻ, പരഭൈരവൻ എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്നാണ് പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ, അതായത് നമ്മുടെ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ശരീരത്തിന് നമ്മളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കാലുകൾ, അല്ലെ? അപ്പൊ നമ്മുടെ ലോവർ ബോഡി, അതായത് ശക്തികൂടം. അപ്പൊ നമുക്കറിയാം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശിവശക്തിയാത്മകമാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ശിശു ഈ പ്രപഞ്ചത്തിൽ വന്ന് അവന്റെ അവസാനം വരെയും ഈ പ്രപഞ്ചത്തെ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോ ആ ഒരു ഓരോ ദിവസവും പല പല സംശയങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. കാരണം നമ്മൾ സുഖം വരുമ്പോ സന്തോഷമായിട്ടിരിക്കണു, ദുഃഖം വരുമ്പോ ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ദുഃഖം വന്നു, ഒരുപാട് ഡൗട്ട്സ്, സംശയങ്ങള് ഒരു സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകാം. എന്തിനെ കുറിച്ച്? തന്നെ കുറിച്ച്, താൻ ചുറ്റും കാണുന്ന പ്രപഞ്ചത്തെ കുറിച്ച്. ഇന്ന് കാണുന്ന വ്യക്തികളെ നാളെ കാണുന്നില്ല, ഇന്ന് കാണുന്ന ജഗത്ത് നാളെ മാറിക്കൊണ്ടിരിക്കണു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എന്താണ് ഈ ആകാശത്ത് കാണുന്ന നക്ഷത്രജാലങ്ങള്, അല്ലെങ്കിൽ നമുക്ക് പ്രകാശം തരുന്ന ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ, ഇല്ലേ? അന്വേഷണ കുതുകിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം വരാം. അപ്പൊ നമുക്ക് ഈ ഡൗട്ട്സ് എന്ന് പറയുന്നത് സാമാന്യം ചിന്തിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമാണ് മനനശീലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മനു എന്ന് പറയുന്നത്, മനുകുലം. അതാണ് മനുഷ്യകുലം, ചിന്തിക്കുന്നവന്റെ കുലം. അല്ലാതെ മനു എന്ന് പറയുന്ന എന്താ പറയാ, ഒരു വൈവസ്വത മനുവിന്റെ ആ ഒരു വംശമായതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ മനുകുലം എന്ന് പറയുന്നത്. ചിന്തിക്കാൻ കഴിവുള്ളവൻ. അല്ലാത്തവർക്ക് ഈ ശ്രീവിദ്യ ഉപാസന പറഞ്ഞിട്ടേ ഇല്ല. അവന് ചിന്തിക്കണം, എന്തുകൊണ്ട് എല്ലാത്തിനും, എന്താണിത്, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെ? വെൻ, വാട്ട്, വൈ നമ്മുടെ ഗുരുജി പറയും. നമ്മളത് ചിന്തിക്കുമ്പോൾ ഒരു വല്ലാത്ത പ്രഹേളികയായിട്ട് തോന്നും ഈ പ്രപഞ്ചവും ഈ പറയുന്ന എല്ലാ നാമരൂപങ്ങളും നമ്മുടെ അസ്തിത്വവും തന്നെ. കാരണം നമ്മുടെ മാതാപിതാക്കന്മാര്, അവരൊരു ദിവസം നമ്മൾ മാതാപിതാവായിട്ട് കാണുന്നു, ഒരു ദിവസം അവർ ഈ പ്രപഞ്ചം വിട്ടുപോണു, ഇല്ലേ? അപ്പൊ ഇവരെവിടെയാ പോകുന്നത്? ഇനി എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലേ? എനിക്കും ഇതാണോ എന്റെ ഗതി? മരണം എന്താണ്? ജനനം എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം എല്ലാവരുടെ ഉള്ളിലും വരും. അപ്പോ ശരിക്കും പറഞ്ഞാല് എന്താണ് സന്തോഷം? ഏറ്റവും വലിയ ചോദ്യം ഏതാണ്? എനിക്ക് സുഖം, ഒരിക്കലും നശിക്കാത്ത സുഖം, ഈ പറയുന്ന ബാഹ്യ വസ്തുക്കളിൽ നിന്ന് അല്ലാത്ത ഇടമുറിയാത്ത ആനന്ദം, അതെനിക്ക് എവിടെ നിന്ന് കിട്ടും? അതിനാണ് നമ്മുടെ ഗുരുജി പറയാറുണ്ട്, ദേവീസ് ടോട്ടൽ ബ്ലിസ് ആൻഡ് സച്ചിദാനന്ദ എന്ന്. ഈ ടോട്ടൽ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ബ്ലിസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആ സ്റ്റേറ്റിൽ നിന്ന് താഴോട്ട് വരാതെ ഒരു സമാധി അവസ്ഥയിൽ സന്തോഷമായിട്ടിരിക്കുന്നത് എപ്പോ പറ്റും എനിക്ക്? അപ്പൊ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങള്, അപ്പൊ ഈ അഴുക്കുകൾ, ഈ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നിടം വരെ നമ്മുടെ ഉള്ളിൽ നമ്മളെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അതിനെയാണ് നമ്മൾ മാലിന്യങ്ങൾ എപ്പോഴും എന്താ വേണ്ടത്? കഴുകിക്കളയണം. ശരിക്കും പറഞ്ഞാല്
ഒരു സാധകനെ സംബന്ധിച്ച് നമ്മളിപ്പോ ഈ പാദ്യം എന്ന് പറയുന്ന ദേവിക്ക് കൊടുക്കുമ്പോൾ ഒരു സാധകനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവന്റെ ഉള്ളിലെ സംശയ നിവാരണം, സംശയങ്ങൾ പരിഹരിച്ചിട്ടാണ് അവൻ എന്താ ചെയ്യുന്നത്, അവന്റെ ഉള്ളിലെ സച്ചിദാനന്ദത്തെ അറിയുന്നത്. അതിന്റെ ആദ്യത്തെ പടിയാണ് പാദ്യം എന്ന് പറയുന്ന നാമരൂപം. അതായത് നമ്മൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം അത് ശിവതത്വമാണ്, ഇല്ലെങ്കിൽ സർവം ശിവമയമാണ്. ഈ ഒരു തത്വത്തെ ആവരണം മാറ്റി നമ്മൾ അറിയണം. കാരണം ആവരണം എന്ന് പറഞ്ഞാൽ ഇത് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ പാദം കഴുകൽ എന്ന് പറഞ്ഞാല് എവിടെയും ഏതിലെങ്കിലും പ്രവേശിക്കണമെങ്കിൽ, നമുക്ക് ഒരു വീട്ടിൽ പ്രവേശിക്കാനാണെങ്കിലും നമ്മുടെ ഹൃദയ പത്മമായിരിക്കുന്ന ചിന്താമണി ഗൃഹത്തില് ഇരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയെ കാണാനാണെങ്കിലും ആദ്യം എന്താണ് വേണ്ടത്? നമ്മുടെ ഡൗട്ട്സ്, നമുക്ക് ആദ്യം സംശയങ്ങൾ ഉണ്ടാകണം. ആ സംശയങ്ങളെ നല്ലവണ്ണം കഴുകണം. കഴുകി തുടച്ച് വൃത്തിയായ ആ ഒരു എന്താ പറയാ ശരീരഭാഗം, നമുക്കറിയാം പഞ്ചദശി മന്ത്രത്തിന്റെ ഏറ്റവും ശക്തികൂടം എന്ന് പറയുന്ന താഴത്തെ കൂടമാണ്. അതായത് നമ്മുടെ കാലുകൾ അവിടെ വരുന്നതാണ്, ഇടുപ്പിന് താഴെയുള്ളതാണ് ശക്തികൂടം. അപ്പൊ നമ്മൾ ശക്തികൂടത്തിൽ നിന്നാണ് നമ്മൾ മേളിലോട്ട് പോകുന്നത്. കാമരാജകൂടം, ഏറ്റവും മുകളിലിരിക്കുന്ന വാഗ്ഭവകൂടം. അപ്പൊ നമുക്ക് ഈ ആവരണം മാറ്റല്, ചെരുപ്പഴിച്ചു വെച്ചിട്ട് കാലിൽ പറ്റിയിരിക്കുന്ന പൊടികളെല്ലാം ദേവിയുടെ കഴുകുകയാണ്. അമ്മയുടെ കാലുകളെല്ലാം ഞാൻ കഴുകുകയാണ്. കാരണം എൻ്റെ കാലുകൾ എന്ന് പറയുന്ന എൻ്റെ മനസ്സ് എത്രയോ ജന്മങ്ങളിലൂടെ എവിടെയൊക്കെ സഞ്ചരിച്ചെങ്കിലും എനിക്ക് എൻ്റെ ആത്മജ്ഞാനത്തിനുള്ള ത്വര എൻ്റെ ഉള്ളിൽ വന്നില്ല. ഇപ്പൊ ഞാൻ ഈ ജന്മത്തിൽ ആഗ്രഹിക്കണം, എനിക്ക് സുഖമറിയണം, സന്തോഷമറിയണം. അതിന് ഞാനൊരു ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കേണ്ടിയിരിക്കണു. അതിനെന്ത് വേണം? ആവരണങ്ങളെല്ലാം മാറണം. എന്തൊക്കെയാണോ എന്നെ മറച്ചിരിക്കുന്നത്, എൻ്റെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, കാലെന്ന് പറയുമ്പോൾ സഞ്ചാര മാർഗം എന്ന് മാത്രം എടുത്താൽ മതി. ഞാൻ സഞ്ചരിക്കുന്ന മാർഗങ്ങളിൽ ഒരുപാട് എന്താ പറയാ അഴുക്കുകൾ പറ്റിപ്പിടിച്ച് എന്നെ യഥാർത്ഥ സ്വസ്വരൂപത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഞാനെന്ന് മനസ്സിലാവണു. ആദ്യമായിട്ട് ആ പാദങ്ങളില് എൻ്റെ ജലം എന്ന് പറഞ്ഞാൽ ഇനി വരുന്നുണ്ട്, ഓരോന്നിലും നമുക്ക് ജലത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. ആ ഒരു ജലം കൊണ്ട്, പ്രാണന്റെ എന്താ പറയാ റെപ്രസെന്റേഷൻ ആണ് ജലം, പ്രാണശക്തിയാണ് ജലം. ഏതൊരു ശരീരത്തിനും ജലമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ പ്രാണശക്തിയായിരിക്കുന്ന എന്നെ തന്നെ അവിടെ സമർപ്പിക്കുകയാണ്. ദേവിയുടെ പാദം കഴുകുമ്പോൾ ആവരണ മാറ്റം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ആദ്യമായിട്ട് നടക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ചതുഷ്ഷഷ്ടി ഉപചാരത്തിലെ ലളിതാ മഹാത്രിപുരസുന്ദരി പ്രകൃതിയായിട്ടിരിക്കുന്ന നമ്മുടെ ശരീരമായിരിക്കുന്ന 36 തത്വങ്ങളിലൂടെ, പഞ്ചഭൂതങ്ങളിലൂടെ പഞ്ചീകൃതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലും എൻ്റെ ശരീരത്തിലും ഇരിക്കുന്ന ഈ ശരീരത്തിന് ഉന്മ നൽകുന്ന ശിവതത്വത്തെ അറിയാൻ, ആ ഒരു ശക്തി തത്വത്തിലൂടെ ഞാൻ ശിവതത്വത്തിൽ എത്താൻ എൻ്റെ ആ ഡൗട്ട്സ്, എൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന സംശയങ്ങൾ, അനേക ജന്മങ്ങളിലൂടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സംശയം മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയാണ് പാദ്യം എന്ന് പറയുന്ന ആദ്യം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, ഉപചാരം. ദേവിയുടെ അടുത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ ഓരോന്ന് നമ്മളിപ്പോ എന്താ പറയാ ചിന്താമണി ഗൃഹത്തിലോട്ട് പോകുമ്പോ 24 ഫോർട്സ് നമ്മൾ കണ്ടു, അല്ലെ? അപ്പൊ നമ്മുടെ സ്ഥൂല ശരീരം, അവിടെ നിന്ന് സൂക്ഷ്മ ശരീരം, പിന്നെ അന്ധകരണങ്ങള്, പിന്നെയാണ് നമ്മൾ ശിരസിലെ മഹാപത്മ അടവിയിലോട്ട് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ അത്രയും പ്രാധാന്യം തന്നെയാണ് ഈ ഉപചാരങ്ങൾക്ക് ഉള്ളത്. കാരണം അതിഗഹനമായിരിക്കുന്ന സൂക്ഷ്മ തത്വങ്ങളാണ് ഓരോന്നും. അപ്പൊ അത് നല്ലവണ്ണം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ശ്രീവിദ്യ ദീക്ഷ കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ദീക്ഷ എടുക്കലോ മന്ത്രം ജപിക്കലോ ഒന്നും അല്ല അതിനൊക്കെ. കാരണം ഈ തത്വങ്ങൾ അറിയാതെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേവിയുടെ അടുത്ത് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? ദേവിക്ക് പാദ്യം കൊടുത്തു. എനിക്ക് എൻ്റെ ഡൗട്ട്സ് മാറ്റി തരൂ അമ്മേ, എൻ്റെ ചിന്തകള്, ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെ? ഞാൻ വളരെ ദുഃഖിതനാണ്. കാരണം ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടും എനിക്ക് സുഖം വരുന്നില്ല, എനിക്ക് ദുഃഖങ്ങൾ വരുന്നു. എനിക്ക് എപ്പോഴും നിതാന്തമായിരിക്കുന്ന, സദാ എനിക്കൊരു സുഖ സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം സുഖദുഃഖങ്ങൾ എനിക്ക് മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം, ഈ ജഗത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇന്ദ്രിയ ഗോചരമല്ലാത്ത പലതിനെ കുറിച്ചും എൻ്റെ ചിന്തകൾ പോണു. പക്ഷെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ആരാണ് ഈശ്വരൻ. ഈ ഈശ്വരൻ, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച് ഇതിനെ പരിപാലിക്കുന്ന ശക്തി എവിടെയാണ്? എത്ര ദൂരം സഞ്ചരിച്ചാൽ എനിക്ക് കാണാൻ പറ്റും? ആ ദേവി അകലെയാണോ അടുത്താണോ എൻ്റെ കൂടെ ഉണ്ടോ?
ഇതെല്ലാം എനിക്ക് കാണിച്ചു തരണം. അതിനാണ് ഞാൻ ശ്രീവിദ്യ ഉപാസനയിലേക്ക് പ്രവേശിച്ചിരിക്കണമെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ട് വേണം ദേവിക്ക് പാദ്യം കൊടുക്കാനായിട്ട്. ആദ്യത്തെ ഉപചാരം പാദ്യം എന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ, ദേവിയെ നമ്മള് ക്ഷണിക്കുകയാണ്. എന്തിനാണ്? എന്റെ ഉപചാരങ്ങൾ സ്വീകരിക്കൂ അമ്മേ. ശ്രീചക്രത്തില് ബിന്ദു മധ്യപീഠത്തിലിരിക്കുന്ന മഹാത്രിപുര സുന്ദരി, മഹാകാമേശ്വരന്റെ അംഗത്തിലിരിക്കുന്ന മഹാത്രിപുര സുന്ദരിയായിരിക്കുന്ന ദേവി ഭഗവതി, ഈ പാവപ്പെട്ട ഒരു ഉപാസകനായിരിക്കുന്ന ഞാൻ ഇതാ ഭൂപുരത്തില് ഏറ്റവും താഴത്തെ ചക്രത്തില് നിന്നുകൊണ്ട് വിളിക്കുകയാണ്. അമ്മ എത്ര ഉയരത്തിലാണ് ഇരിക്കുന്നത് ഇല്ലേ? 9 ആവരണത്തിന് മുകളില് ബിന്ദു ചക്രത്തില് ആനന്ദമയ പീഠത്തിലിരിക്കുന്ന അല്ലയോ ഭഗവതി, അമ്മേ താഴെ വരൂ, എന്റെ ഉപചാരങ്ങൾ സ്വീകരിക്കൂ. അപ്പൊ ദേവിയെ നമ്മൾ താഴേക്ക് ക്ഷണിക്കുകയാണ്. കാരണം അവതരിക്കാൻ പറയുകയാണ്, താഴോട്ട് വരാൻ. അമ്മ ഇരിക്കുന്ന എപ്പോഴും മുകൾ ഭാഗത്താണ് അല്ലെ? അപ്പൊ നമ്മള് എവിടെയാണ് നിൽക്കുന്നത്? ഈ ശരീരം എടുത്ത് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലാണ് നിൽക്കുന്നത്. ഭൂമി എന്ന് പറയുന്നത് ഭൂപുരം, ശ്രീചക്രത്തിന്റെ ഭൂപുരമാണ് ഏറ്റവും താഴത്തെ ഭാഗം അല്ലെ? അപ്പൊ ആ ഭൂപുരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മുകളിലേക്ക് നോക്കി ദേവിയോട് പറയണം, അമ്മ സർവാഭരണ വിഭൂഷിതയായിട്ട് അല്ലെ, എല്ലാം എന്താ പറയാ, സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി ഇരിക്കുന്ന ദേവിയെ നമ്മൾ എന്തിനാ വിളിക്കുന്നത്? അമ്മ വരൂ. എന്താണ്? എനിക്ക് അമ്മയ്ക്ക് ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ കൊടുക്കണം, അമ്മയ്ക്ക് ആഭരണങ്ങൾ കൊടുക്കണം, അമ്മയെ കുളിപ്പിക്കണം, അമ്മയ്ക്ക് വസ്ത്രം ധരിപ്പിക്കണം, എനിക്ക് എല്ലാം തരണം. ഞാൻ എന്നുള്ള വ്യക്തിയെ പ്രൊജക്ട് ചെയ്തിട്ടാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ? ഓരോ ജീവനും അങ്ങനെയാണ്. കാരണം ഓരോ ജീവനും അമ്മയെ കാണുന്നതും അങ്ങനെ ആയിരിക്കണം. കാരണം എന്താ? ഓരോരുത്തർക്കും അവനവന്റെ ആ അനുഭവ മണ്ഡലമാണ് അവനവന്റെ ലോകം. ഒരിക്കലും വേറൊരാളുടെ അനുഭവ മണ്ഡലത്തിൽ വേറൊരാൾക്ക് കയറാൻ പറ്റില്ല. അവിടെ ബന്ധങ്ങളോ ശാരീരിക ബന്ധങ്ങളോ മാനസിക ബന്ധങ്ങളോ ഒന്നും തടസ്സമല്ല ആർക്കും. ഒരു മനുഷ്യർക്കും നമ്മുടെ ലോകത്തില് നമ്മൾ മാത്രം. അവിടെയാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തിബോധം വരുന്നത്. ഞാനും എൻ്റെ ഈശ്വരനും മാത്രം. നമ്മൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഉപാസകൻ വളരെ സെൽഫിഷാണ് ഈ കാര്യത്തില്. ഞാനും എൻ്റെ അമ്മയും ഇല്ലേ? അതിനാണ് നമ്മൾ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത്. ആ അമ്മയോട് നമ്മൾ പറയുകയാണ്, അമ്മ സർവാഭരണ വിഭൂഷിതയായിട്ടിരിക്കണം. ഓരോ ഉപചാരങ്ങൾ ഞാനിതാ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു താഴെ നിന്നുകൊണ്ട് വളരെ വിനയത്തോടു കൂടി അമ്മയെ വിളിക്കുകയാണ്. കാരണം അവസാനമാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ അമ്മയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരുന്നത്. ഈ 64 ഉപചാരം കൊടുത്തു കഴിയുമ്പോഴാണ് അറിയുന്നത്. അവിടെ അപ്പൊ അമ്മയുടെ കൂടെ നമുക്ക് തിരിച്ചു പോവാൻ സാധിക്കണം. ഇതായിരിക്കണം സാധകന്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ വിളിക്കുമ്പോ എന്താ, അമ്മ മേളിലും ഞാൻ താഴെ നിൽക്കുന്നു അല്ലെ? ഒരു മഹാറാണിയെ വിളിക്കുന്ന പോലെ ദാസനായിട്ട് നിന്നുകൊണ്ട് നമ്മൾ വിളിക്കുകയാണ്, അമ്മ വരൂ, താഴോട്ട് വരൂ, ശ്രീചക്രത്തിന്റെ 9 ആവരണത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരൂ. ഞാൻ എന്താ അമ്മയ്ക്ക് എന്റെ ഉപചാരങ്ങൾ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുകയും ആ ഒരു ജീവന്റെ എപ്പോഴാണോ ജീവന്റെ അവസാന ജന്മങ്ങള് കർമ്മങ്ങൾ പോലെ ഇരിക്കും. നമ്മൾ തീരുമാനിക്കുന്നതല്ല ജന്മങ്ങള്, അവനവന്റെ കർമ്മത്തെ ബേസ് ചെയ്തിരിക്കുമെങ്കിലും ദേവി ഉപാസന എന്ന് പറയുന്നത് ജന്മങ്ങളെ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും സുഗമമായിരിക്കുന്ന വഴിയാണ് ശ്രീവിദ്യ ഉപാസന. അതിനെയാണ് ആത്മദർശനം ഇല്ലേ? ആത്മാവിനെ ദർശിച്ചു കഴിയുന്നവർക്ക് ജന്മമില്ല. കാരണം ഈ കാണുന്നതിന്റെ ഒക്കെ പൊരുൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ നിരർത്ഥകങ്ങളാണ്. നമുക്ക് ഇതുകൊണ്ട് ഒന്നും നേടാനില്ല, വളരെ കുറച്ചു കാലത്തേക്ക് അതിൽ ഓണർഷിപ്പ് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അത് ഉപേക്ഷിക്കുന്നത്. കാരണം എനിക്ക് ഡയമണ്ട് തന്നാലും വെള്ളാരം കല്ല് തന്നാലും ഒരുപോലെയുള്ള ഒരു യോഗിയെ സംബന്ധിച്ചില്ലേ, അതുപോലെയുള്ള ഒരു തലം മനസ്സിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് ശ്രീചക്ര പൂജ, നവാവരണ പൂജ ചെയ്യാനുള്ള അർഹതയുള്ളൂ. അല്ലാതെ യാതൊന്നും കിട്ടാനോ നമ്മളെ ഭോഗങ്ങൾ അനുഭവിക്കാനോ ഒന്നുമല്ല നമ്മൾ ഈ ഉപചാരം ചെയ്യുന്നത്. അപ്പോ ദേവിയെ നമ്മൾ വിളിക്കുകയാണ്, അമ്മ താഴോട്ട് ഇറങ്ങി വരണം. എന്താ എനിക്ക് ആദ്യം ചെയ്യാനുള്ളത്? ആഭരണ അവരോഹണം. രണ്ടാമത്തെ ഉപചാരം എന്താണ് ദേവിക്ക് കൊടുക്കുന്നത്? ആഭരണ അവരോഹണം എന്ന് വെച്ചാൽ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുക. നാളെ ബാക്കി തുടരാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.